Watch India's largest kids library only on Jio Hotstar. Download the app now. പത്തില് ഒന്ന് എഴുന്നേൽക്ക്. ദേ കണ്ടില്ലേ വെള്ളം റൂഫിൽ നിന്ന് ചോർന്നോണ്ടിരിക്കുന്നത്. ആ ഈ ബക്കറ്റ് ഇവിടെ വെച്ചാൽ ശരിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്റെ പത്തില് ദേ അങ്ങോട്ട് നോക്കാം, അവിടെയും വെള്ളം ഊറ്റുന്നുണ്ട്. അല്ല നീ ഇങ്ങനെ ബെഡിൽ കാല് നീട്ടിയിരുന്ന് എന്നോട് ആജ്ഞാപിക്കാതെ താഴെ ഇറങ്ങി വന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ നോക്ക്. വേഗം ബക്കറ്റ് എടുത്ത് എല്ലാവരുടെയും വെക്കേ. വേഗം. വേഗം വാ, ഇനി ഇവിടെ വന്നിരുന്ന് സമാധാനായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. മോട്ടു വേഗം എഴുന്നേൽക്ക്. പത്തില് എന്താ പറ്റിയത്? ഒന്നും സംഭവിച്ചിട്ടില്ല. നിനക്ക് ഓർമ്മയില്ലേ രാത്രി മഴവെള്ളത്തുള്ളികൾ വീണത്? നമുക്ക് വേഗം പോയിട്ട് അടുത്ത മഴ വരുന്നതിന് മുമ്പ് ഇത് ശരിയാക്കാനുള്ള പണി നോക്കണം. മാത്രമല്ല ഇതിനൊരു പെർമനന്റ് സൊല്യൂഷനും കണ്ടുപിടിക്കണം. പത്തിലു, രാത്രി മുഴുവനും ഈ മേഘങ്ങളല്ലേ നമ്മളെ ശല്യം ചെയ്തത്? ആ അതെ മോട്ടു, കണ്ടില്ലേ എല്ലാ മേഘങ്ങളും ഇങ്ങനെ ചുരുണ്ടുകൂടി മേലെ നിൽക്കുന്നത്. പത്തിലു, നീ എന്തെങ്കിലും പറ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ. മോട്ടു, ഈ ഫാൻ കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഈ മേഘങ്ങളെയൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് ദൂരെ പറപ്പിക്കാൻ. ഇല്ല, ഞാൻ ഓഫ് ആക്കില്ല. ഇത്രയും വലിയ ആകാശത്തിൽ നിന്നുകൊണ്ട് നിനക്ക് രാത്രി കുറച്ച് മഴ പെയ്യാൻ എന്റെ വീട് മാത്രമേ കിട്ടിയുള്ളൂ. ഈ മുഴുവൻ ആകാശം ഞങ്ങളുടെ ഏരിയയാ. ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങൾ എവിടെ വേണമെങ്കിലും മഴ പെയ്യിക്കും. ഫാൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വേറെ ആയിരിക്കും. ആണോ? എന്ത് ചെയ്യുന്ന? ഇപ്പൊ കാണിച്ചു തരാം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. എന്റെ മോട്ടു, ഈ കാർമേഘങ്ങൾ വെറുതെ ഒന്നും അങ്ങനെ പോവില്ല. ഇവരോടൊക്കെ വഴക്ക് കൂടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നമ്മുടെ വീടിന്റെ മേൽക്കൂര നന്നാക്കുന്നതാവും. അതായിരിക്കും നല്ലത്. വാ. ഇവന്മാർ രണ്ടുപേരും നമ്മളെ പറപ്പിക്കാനായിട്ട് വന്നതാ. ഇപ്പൊ ഇവന്മാരെ ശരിക്കും പറപ്പിക്കണം എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. രക്ഷിക്കണേ! ഈ സുന്ദരമായ കാലാവസ്ഥ, ഈ തണുത്ത കാറ്റും എന്തൊരു സുഖമാണല്ലേ. എന്റെ അമ്മോ, എന്തായി സംഭവിക്കുന്നത്? നല്ല തണുത്ത കാറ്റ് വീശുന്ന സമയത്ത് എങ്ങനെ ഈ വെളിച്ചില്ലാതെ പോകുന്നത്? അതെ, എനിക്കൊന്നും കാണുന്നില്ല. ആരെങ്കിലും വണ്ടി നിർത്തുന്നുണ്ടോ? പഴംപോലെ, കടല,
പപ്പടം ആരെങ്കിലും ഒന്ന് നിർത്തണേ. എന്റെ അമ്മോ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. എനിക്ക് നന്നായിട്ട് അറിയാം, ഇത് മിക്കവാറും നിങ്ങളുടെ രണ്ടുപേരെ പണിയായിരിക്കും. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ നിങ്ങളുടെ രണ്ടുപേരും എപ്പോഴത്തെ പണി. മോട്ടു, ഈ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ ഐഡിയ ഒന്നും വർക്ക് ആവുമെന്ന് തോന്നുന്നില്ല. കറുത്ത മേഘങ്ങൾ വീണ്ടും മേലെ വന്നിട്ടുണ്ട്. പത്തിലു കാലം തൊട്ട് വയറ്റിൽ ഒരു സമൂസ പോലും പോയിട്ടില്ല. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ, നമുക്ക് ടിൻ ഷീറ്റ് വാങ്ങുകയാണെങ്കിൽ മഴ പെയ്ത് ടിന്ന് ഭാരം കൂടുമ്പോൾ കാറ്റത്ത് പറക്കുന്നുള്ള പേടിയും വേണ്ട. മഴയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റും ചെയ്യുന്നതായിരിക്കും. ഇത് കൊള്ളാം കേട്ടോ. കുറച്ചുകൂടെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. പത്തുലു, കുറച്ചുകൂടെ അടുത്തേക്ക് വെക്കേ. കുറച്ചടുത്തേക്ക്. മോട്ടു, ഒന്ന് വേഗം ചെയ്യേ, അല്ലെങ്കിൽ മഴയെങ്ങാനും വന്നാലുണ്ടല്ലോ നമ്മുടെ വീട് മുഴുവനും വെള്ളത്തിലാവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളെ പറപ്പിക്കാൻ വന്നതല്ലേ? ഇപ്പൊ ഒരു രസം കാണിച്ചു തരാം ഞാൻ. കഴിഞ്ഞു. ഹലോ ബോക്സർ ചേട്ടാ. ഹലോ ഡിസൈൻ വളരെ നന്നായിരിക്കുന്നു. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ മേൽക്കൂര തകർത്തിരിക്കുന്നു. ഇത് നേരാക്കേണ്ട ചുമതലയും നിങ്ങൾക്ക് തന്നെയാ. ഓക്കെ, മനസ്സിലായോ? അതൊക്കെ ഞങ്ങൾ ചെയ്തു തരാമെന്നേ ബോക്സർ ചേട്ടാ. അതല്ല ഞങ്ങളിപ്പോ ചോദിക്കുന്നത്. ചേട്ടന് ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ആദ്യം എന്റെ മേൽക്കൂര ഒന്ന് ശരിയാക്കിത്താ, അതിനുശേഷം തല്ലിന്റെ കാര്യം ആലോചിക്കാം. നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ശരി ശരി ബോക്സർ ചേട്ടാ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളൊരു ഏണി തരുവാണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ അത് ശരിയാക്കി തരാമെന്നേ, അല്ലേ പത്ലു? കോണിയുടെ ആവശ്യമൊക്കെ എന്താ? ഞാനല്ലേ ഇവിടെ ഉള്ളത്. മോട്ടു, ഈ മഴ ഇപ്പോഴൊന്നും പെയ്ത് തീരുമെന്ന് തോന്നുന്നില്ല. അതും പോരാഞ്ഞിട്ട് ബോക്സറിന്റെ വീടിന്റെ മേൽക്കൂരയും പൊട്ടിപ്പോയി. നമുക്ക് വേഗം പോയിട്ട് ഡോക്ടർ ജഡ്കയുടെ സഹായം ചോദിക്കാം. വേഗം വാ ബോക്സർ ചേട്ടാ, ഞങ്ങളത് നന്നാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാം. വലിയേട്ടാ, മേഘങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. എന്തെങ്കിലും ചെയ്യൂ വലിയേട്ടാ, എന്തെങ്കിലും ചെയ്യൂ. ചേട്ടാ, എന്റെ ചങ്കേ, എന്റെ ബ്രോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ എന്റെ ഫെയറി കാറല്ലേ തന്നത്? നിങ്ങൾ രണ്ടുപേരും ആ കാറിനെ നാശമാക്കിയല്ലോ. ഇപ്പൊ ഞാൻ ആ കാറില്ലാതെ എന്ത് ചെയ്യുമെന്ന് പറ. ആ മേഘങ്ങൾ ഞങ്ങളുടെ വീടിന് മുകളിൽ വന്ന് നിന്നിട്ട് വല്ലാണ്ട് ഉപദ്രവിക്കുന്നു. എന്തെങ്കിലും ചെയ്യൂ. നിങ്ങള് രണ്ടാളും ആ ബോക്സറാട്ടിന്റെ വീട് പൊളിച്ച് അകത്ത് കയറിയെന്ന് കേട്ടല്ല. ഡോക്ടർ ജഡ്ക, പ്ലീസ് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞങ്ങളെ ആ മഴയിൽ നിന്നൊന്ന് രക്ഷിക്ക്. ശരി മോനെ, ശരി. ഞാൻ നിങ്ങൾക്ക് ഒരു ഇലക്ട്രോണിക് കൊട തരാം. നിങ്ങൾ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ വീട്ടിനെയും പിന്നെ ബോക്സറിന്റെ വീട്ടിനെയും ചേർത്ത് കവർ ചെയ്യും. അതെ, അതിനുശേഷം എത്ര വലിയ മഴ വന്നാലും നിങ്ങളുടെ വീടിന് ഒന്നും ആവില്ല. അതെ. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. മോട്ടു പത്ലു, രാത്രി ആവാൻ പോകുന്നു. എന്റെ മേൽക്കൂര ഇനി ശരിയായിട്ടില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങൾ തല്ലി ഇവിടെ വെച്ച് കൊള്ളുന്നോ അതോ വെളിയിൽ മഴ കൊണ്ടിട്ട് കൊള്ളുന്നോ? ബോക്സറേട്ടാ, ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞങ്ങൾക്ക് മഴ നനയേണ്ട ആവശ്യം വരുന്നില്ല. എന്ത്? ഇതൊരു അടിപൊളി കൊടയാണ് ചേട്ടാ. സൂര്യന്റെ വെളിച്ചം തട്ടിയാലും ഒന്നും സംഭവിക്കില്ല. മഴ എത്ര പെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് മഴ തീരുന്നത് വരെ ഇതിനടിയിൽ തന്നെ നിന്നേക്കാന്നേ. എന്ത് പറയുന്നു? വരൂ, ഇനി സമാധാനത്തോടെ കിടന്നുറങ്ങാം.
എങ്ങനെ സംഭവിക്കുക? നമ്മൾ എത്ര നേരമായിട്ട് പെയ്തോണ്ടിരിക്കുക, എന്നാലും അവരുടെ വീട്ടിലെ ഒരു കല്ല് പോലും അനങ്ങിയിട്ടില്ല. എന്റെ ആണെങ്കിൽ ഊർജവും തീരാറായി. വേറെ എവിടെയെങ്കിലും പോയി പെയ്യാം. മനുഷ്യന്മാരോട് മല്ലടിക്കുന്ന നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. വലിയേട്ടാ, ഗസീട്ടാറാമിനെയും ചിങ്കസാറിനെയും വിളിച്ചോണ്ട് നേരെ എന്റെ വീട്ടിലോട്ട് വാ. ഞങ്ങൾ ഇന്ന് എല്ലാവർക്കും പാർട്ടി നടത്താൻ പോവാണ്. കുടക്കീഴിൽ നിന്നുകൊണ്ട് നമുക്ക് ചൂടുള്ള സമൂസ കഴിക്കാം. Watch India's largest kids library only on Geo Hotstar. Download the app now.